ഹിന്ദു ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്ന ന്യൂസ് ഇതാണ്. ആസാം മിസോറാം agreed to ease border tension. They will approach Supreme Court for the amicable solution, says Assam CM. ആസാം മിസോറാം എന്നീ രണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ അമിത്ഷാ യൂണിയൻ മിനിസ്റ്റർ അമിത്ഷായെ യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത്ഷായെ വിസിറ്റ് ചെയ്തതിന് ശേഷം അവർ കൊടുത്ത ഇൻഫർമേഷൻ ഇതാണ്. They will approach Supreme Court for the amicable solution. They said, we know that the amicable solution from Supreme Court means there is an original jurisdiction by Article 131. അപ്പോൾ എന്താണ് ആസാമും മിസോറാമും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂ എന്നുള്ളത് നമുക്ക് ഒന്ന് ഡീപ്പിൽ നോക്കാനായിട്ട് സാധിക്കും. ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റിനും സെക്യൂരിറ്റിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും ഒരു ബേണിംഗ് ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത് തന്നെയാണ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് ബോർഡർ ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പം ഈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ വേരിയസ് സ്റ്റേറ്റ്സ് തമ്മിലുള്ള ബോർഡർ ഡിസ്പ്യൂട്ട്സ് ഒരു 1960s മുതൽ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം ഇപ്പം ഒരുപാട് സ്റ്റേറ്റ്സ് എന്ത് ചെയ്തു നിലവിൽ വരുന്നു. അതായത് ഒരുപാട് സ്റ്റേറ്റുകളെ ഡിമാർക്കേറ്റ് ചെയ്തിട്ടും ഡിവൈഡ് ചെയ്തിട്ടുമാണ് പുതിയ സ്റ്റേറ്റ്സ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അൺഡിവൈഡഡ് ആസാം എന്ന് പറയുന്ന ജോഗ്രഫിക്കൽ പ്രൊവിഷനിൽ നിന്നുമാണ് നാഗാലാൻഡ്, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം ഇവയൊക്കെ രൂപപ്പെട്ട് വന്നത്. അപ്പോൾ ആ രൂപപ്പെട്ട് വന്ന സ്റ്റേറ്റ്സിലെല്ലാം ഇപ്പോഴും നമുക്ക് വി ഹാവ് ടു സീ ദാറ്റ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് ബോർഡർ ഇഷ്യൂസ് ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ എല്ലാം ഒരു ഒറിജിനൽ പരിശോധിക്കുകയാണെങ്കിൽ ഇതെല്ലാം കൊളോണിയൽ ടൈംസിൽ വരുന്ന, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യ ആയിരുന്ന സമയത്തുണ്ടായിരുന്ന ബ്രിട്ടീഷ് പോളിസീൻ്റെ കോൺസിക്വൻസസ് തന്നെയാണ് ഇപ്പോഴും അവിടെ, അല്ലെങ്കിൽ അവർ ഒരു ബ്ലൈൻഡ് ആയിട്ട് എടുത്ത പോളിസീസിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് തന്നെയാണ് ഇപ്പോഴും ഒരു ഡിസ്പ്യൂട്ടായിട്ട് അവിടെ നിൽക്കുന്നത്, എല്ലാ ബോർഡർ ഡിസ്പ്യൂട്ട്സുമായിട്ടും നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺട്രഡിക്ഷൻസ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ എന്ന് പറയുന്നത് പരിഹരിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് നമുക്ക് മുന്നിലെ മിസോറാം ആസാം ബോർഡർ ഇഷ്യൂ. അപ്പം നമുക്ക് ഈ ചിത്രത്തിൽ നമ്മൾ പലപ്പോഴായിട്ട് ന്യൂസുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ് അനുഭവപ്പെടുന്ന ഏരിയാസിനെ പറ്റിയിട്ടൊക്കെ കാണാനായിട്ട് സാധിക്കും. കച്ചാർ പ്ലെയിൻ വരുന്നുണ്ട്, ഓക്കെ, ലൂഷായ് ഹിൽസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പം മിസോറാമിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് കാർവ്ഡ് ഔട്ട് ഓഫ് ആസാമിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു ജില്ലയാണ്, ഒരു സ്റ്റേറ്റാണ്. അതായത് ആസാമിൽ നേരെ ഉണ്ടായിരുന്ന ലൂഷായ് ഹിൽസ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റാണ് പിന്നീട് മിസോറാമായിട്ട് മാറുന്നത്. അപ്പം ആദ്യം 1972 ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് നിലനിന്ന അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത മിസോറാം പിന്നീട് 1987 ആയപ്പോഴേക്കും ഒരു ഫുൾ ഫ്ലെഡ്ജഡ് സ്റ്റേറ്റായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഈ ആസാം മിസോറാം ഇടയിൽ കാണുന്ന ലോങ് ബോർഡർ എന്ന് പറയുന്നത് 164.6 കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു ബോർഡറിൽ വരുന്നത്. ഈ ബോർഡറിന് ചുറ്റുമായിട്ടാണ് നമ്മളിപ്പോൾ ഇഷ്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജൂലൈ 26 നടന്ന കോൺഫ്ലിക്റ്റ് വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒന്നായിരുന്നു. ആസാമിലെ ആസാം സ്റ്റേറ്റ് പോലീസ് ഫോഴ്സിൽ ഏകദേശം 6 ആൾക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതേപോലെ മിസോറാമിൽ നിന്നൊരു സിവിലിയനും ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇതാണെങ്കിലും സുപ്രീം കോർട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള ജുഡീഷ്യൽ ആക്ടിവിറ്റീസും ഒക്കെ നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്ന ഒരു സമയമായിരിക്കുകയാണ്. അപ്പോൾ ഈ ബൗണ്ടറി മിസോറാം ആസാമും തമ്മിലുള്ള ബൗണ്ടറി ഡിഫൈൻ ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റേൺ ഏരിയാസ് ഓഫ് റീഓർഗനൈസേഷൻ ആക്ട് ഓഫ് 1971 പ്രകാരമാണ്. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റേൺ ഏരിയ റീഓർഗനൈസേഷൻ ആക്ട് ഓഫ് 1971 എന്നുള്ളത് ഒരു നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് പ്രധാനപ്പെട്ട 2 നോട്ടിഫിക്കേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യത്തേത് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ ഓഫ് 1875 ആണ്. അത് ലൂഷായ് ഹിൽസിനെ, നമ്മൾ ഈ കാണുന്ന കച്ചാർ പ്ലെയിൻസിനെ, ആസാമിലെ പ്ലെയിൻസ് ഓഫ് കച്ചാറിനെയും ലൂഷായ് ഹിൽസിനെയും ഡിമാർക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന, ഡിഫറൻഷിയേറ്റ് ചെയ്യിപ്പിക്കുന്ന നോട്ടിഫിക്കേഷൻ ഓഫ് 1875 ഉണ്ട്. സെക്കൻഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്
1933 അതായത് ലൂഷായി ഹിൽസും മണിപ്പൂരിൻ്റെ പാർട്സും ഡിവൈഡ് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് അത്. നോർത്ത് ഈസ്റ്റേൺ ഏരിയ ആക്ട് ഓഫ് 1971 ഈ 1933 നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ആ ഒരു ബോർഡർ അല്ലെ ബൗണ്ടറി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആസാം ഗവൺമെൻറ് അല്ലെങ്കിൽ ആസാം ഗവൺമെൻറ്റും മിസോറാം ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്യൂർലി ബേസ്ഡ് ഓൺ ദിസ് നോട്ടിഫിക്കേഷനാണ്. അതായത് അപ്പോൾ 1994 തന്നെയാണ് വളരെ ശക്തമായിട്ട് ഈ ബോർഡർ ഡിസ്പ്യൂട്ട്സ് ആരംഭിക്കുന്നത്. The Assam government they had an attempt to extend its control of the reserve forest. അപ്പോൾ അതിനെ മിസോറാം വളരെ ശക്തമായി ഒബ്ജക്റ്റ് ചെയ്യുകയും അതിനെ തുടർന്ന് 2006, 2018, 2020, 2021 റീസെൻ്റ്ലിയും നമുക്ക് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ആ ഒരു പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ബേസ്ഡ് അപ്പോൺ ടു നോട്ടിഫിക്കേഷനാണ് ഇപ്പോഴും ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആസാം ആണെങ്കിലും മിസോറാം ആണെങ്കിലും അവരുടേതായ ചില വാദങ്ങൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. മിസോറാം പറയുന്നത് ഇതാണ്, ദേ റിഫ്യൂസ്ഡ് ദിസ് പ്രസൻറ്റ് ബൗണ്ടറി വിത്ത് ആസാം. അത് 1933 നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ആസാമുമായിട്ട് ഷെയർ ചെയ്തേക്കുന്ന ബൗണ്ടറി അവരെന്ത് ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർ അതിനകത്ത് ആവശ്യപ്പെടുന്നത് ഇറ്റ് വാസ് എ ഡിസിഷൻ ഇമ്പോസ്ഡ് അപ്പോൺ ദം ബൈ ദ ബ്രിട്ടീഷ് ഇമ്പോസ് ചെയ്ത ഡിസിഷൻ ആണെന്നും അടുത്ത ഇൻഡിജിനസ് ആയിട്ടുള്ള ട്രൈബൽസിൻ്റെ തീരുമാനമല്ല എന്നുമാണ് മിസോറാം ഗവൺമെൻറ് ശക്തമായി വാദിക്കുന്നത്. അപ്പോൾ മിസോറാം അതിന് സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം ഇന്നർ ലൈൻ റിസർവ്ഡ് ഫോറസ്റ്റ് ആണ്. 1875 നോട്ടിഫിക്കേഷൻ പ്രകാരം അല്ലെങ്കിൽ ബംഗാൾ ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റെഗുലേഷൻ ആക്ട് ഓഫ് 1873 പരിധിയിൽ വരുന്ന 1875 നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ പ്രകാരം ഈ ഇന്നർ ലൈൻ റിസർവ്ഡ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബോർഡർ അല്ലെങ്കിൽ ഒരു ഡെലിനേറ്റിംഗ് ബോർഡറാണ് അവർ മുമ്പോട്ട് വെക്കുന്ന ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അതായത് മിസോറാം ക്ലെയിം ചെയ്യുന്നുണ്ട് ഏകദേശം 8,019 കിലോമീറ്റർ ഓഫ് ദ ഫോറസ്റ്റ് ടെറിട്ടറി അത് ഫ്രം ആസാം. ആസാമിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏകദേശം 8,019 സ്ക്വയർ കിലോമീറ്റർ ഫോറസ്റ്റ് ടെറിട്ടറിയും മിസോറാമിന് അവകാശപ്പെട്ടതെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ ആസാം ഗവൺമെൻറ്റിൻ്റെ കണ്ടൻഷൻ ഇതാണ്, 1875 നോട്ടിഫിക്കേഷനിൽ പറഞ്ഞതുപോലെയുള്ള ഇന്നർ ലൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് പ്യൂർലി ബേസ്ഡ് ഓൺ ദ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ഓഫ് ദ ബ്രിട്ടീഷ് ആണ്. സോ ദേ നെവർ മീൻഡ് ആസ് ദ ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ ദ കച്ചാർ ആൻഡ് ലൂഷായി ഹിൽസ് എന്നാണ് ആസാമിൻ്റെ വാദം വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇത്തരത്തിലുള്ളൊരു കോൺഫ്ലിക്റ്റ് അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സെൻട്രൽ ഫോഴ്സസിനെ ഒരു ബോഡി ലൈൻ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ SIP ആണെങ്കിലും CRPF ആണെങ്കിലും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണെങ്കിലും ഇവയെല്ലാം SSP ആൻഡ് CRPF ആസാമിൻ്റെ സൈഡിലും BSF എന്ന് പറയുന്നത് മിസോറാമിൻ്റെ സൈഡിലും കാണുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റ് പോലീസ് ഫോഴ്സും അവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രത്തോളം ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇതേപോലെ എന്നാൽ ഈ പെർസിസ്റ്റൻസ് ഓഫ് ബോർഡർ ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്നത് വളരെ ഇൻഎവിറ്റബിൾ ആയിട്ടുള്ള ചില ഘടകങ്ങൾ ചിലവർക്കുണ്ട്. അതായത് ഇപ്പോൾ ഇവിടുത്തെ വളരെ ലോക്കലായിട്ടുള്ള പൊളിറ്റിക്കൽ സെൻറ്റിമെൻറ്റ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻ്റെയൊക്കെ ടു അട്രാക്ട് ദ പബ്ലിക് സെൻറ്റിമെൻറ്റ്സ് ടു ദെയർ ഓർഗനൈസേഷൻ അവരെല്ലാവരും ഇത് വളരെ ബ്രെയിൻ ഇഷ്യൂ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഈ ബോർഡർ ഇഷ്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു ഏരിയയിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ പൊളിറ്റിക്കൽ വിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം അവിടുത്തെ ജനങ്ങളെ അല്ലെങ്കിൽ ബോർഡേഴ്സിൽ താമസിക്കുന്ന കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുന്ന ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് ഉണ്ട്. ഹൗ ദ സെറ്റിൽഡ് ആൻഡ് പീസ്ഫുൾ ബോർഡേഴ്സ് ഇൻ ടേംസ് ഓഫ് ബെനിഫിറ്റ് എന്തൊക്കെയാണ്, മേ ബി ദ ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ, കണക്ടിവിറ്റി, ദ റിയലൈസേഷൻ ഓഫ് ദ ഫുൾ പൊട്ടൻഷ്യൽ ഓഫ് ദ ഇന്ത്യസ് ആക്ട് ഈസ് പോളിസി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ള ഒരു അവയർനെസ് ഉണ്ടാകുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊരു ബോർഡർ ഇഷ്യൂസ് വരുമ്പോൾ എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം നൽകുന്ന ചില സൊല്യൂഷൻസ് നമുക്ക് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം അഡ്രസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് രണ്ട് പ്രൊവിഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇൻഡർ സ്റ്റേറ്റ് കൗൺസിലാണ്. ആർട്ടിക്കിൾ 263 പ്രകാരമുള്ള ഇൻഡർ സ്റ്റേറ്റ് കൗൺസിലും
ഇവിടെ നമുക്കറിയാവുന്നതുപോലെ സുപ്രീം കോർട്ടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ജൂറിസ്ഡിക്ഷൻ ഒന്നായിട്ടുള്ള ഒറിജിനൽ ജൂറിസ്ഡിക്ഷനാണ് ആർട്ടിക്കിൾ 131 പ്രകാരം. ഇതാണ് ഈ രണ്ട് ടൂൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ അവൈലബിൾ ആയിട്ടുള്ള മെക്കാനിസമാണ്. അപ്പോൾ ഇൻ ദ സ്റ്റേറ്റ് കൗൺസിൽ എന്നതിനെപ്പറ്റി നമ്മൾ നോക്കുമ്പോൾ ആർട്ടിക്കിൾ 263 ടു എഫക്ട് ദ കോർഡിനേഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് ആൻഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ്, ഇതിന് വേണ്ടിയിട്ടാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിച്ചിരിക്കുന്നത്. President is empowered to establish and to define the duties of interstate council. അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഡിഫൈൻ ചെയ്യാൻ, എസ്റ്റാബ്ലിഷ് ചെയ്യാനും അതിൻ്റെ ഡ്യൂട്ടീസ് ഡിഫൈൻ ചെയ്യാനുമായിട്ടുള്ള അധികാരപരിധി പ്രസിഡന്റിനാണ് എന്നെങ്കിൽ പോലും ആർട്ടിക്കിൾ 263 പ്രധാനപ്പെട്ട ചില ഡ്യൂട്ടീസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ഇതാണ് this interstate council have the power to entering into an പറയുന്നത് GST റവന്യൂസ് ഹിറ്റ് 1.16 lakh crore ഇൻ ജൂലൈ എന്നുള്ളവരാണ്. അതായത് GST റവന്യൂസ്, CGST സെൻട്രൽ GST ആണെങ്കിൽ സ്റ്റേറ്റ് GST പറയുന്നത് ഗ്രോസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് ജൂലൈയിൽ ഏകദേശം 1.16 lakh crore ലഭിച്ചിരിക്കുന്നത്. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഇൻ 8 months ഇൻ ജൂൺ എന്നുള്ള കാര്യമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഈ 2020 വരെയുള്ള മന്ത്സ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ജൂലൈ 2021 GS റവന്യൂ എന്ന് പറയുന്നത് 33% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഡിഫൈൻസ് ദാറ്റ് ദ ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നുണ്ട് ദ റൈസ് ഇൻ കളക്ഷൻസ് ഈസ് സൈൻ ഓഫ് എക്കോണമിക് റീബൗണ്ട്. ഇതിൽ കാണപ്പെടുന്ന കളക്ഷൻ ഉണ്ടാകുന്ന ആ ഒരു കൂടുതൽ ഇൻക്രീസിങ് എന്ന് പറയുന്നത് നമ്മുടെ എക്കോണമിക് റീബൗണ്ടിനെ സൂചിപ്പിക്കുന്നു. ദാറ്റ് ഈസ് ആഫ്റ്റർ ദ സെക്കൻഡ് വേവിന് ശേഷം വീണ്ടും എക്കോണമി റീബൗണ്ട് ചെയ്യുന്നതിനെ ആണ് പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇതിൽ നിന്ന് കാണുന്നതെന്നാണ് എക്കണോമിസ്റ്റുകളെല്ലാം വിലയിരുത്തുന്നത്. ഇനി അതിൻ്റെ ചില ട്രെൻഡ്സ് നമുക്ക് നോക്കാം. ചില സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻസ് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒഡീഷയും ജാർഖണ്ഡുമാണ് ഏറ്റവും കൂടുതൽ വേരിയേഷൻസ് കാണിക്കുന്ന സ്റ്റേറ്റ്സ്. ഏകദേശം 54% അപ്ടിക് ഉണ്ടാകുന്നുണ്ട് അവർക്ക്. അതിനുശേഷം പുറകിൽ വരുന്നത് ഹരിയാന, മഹാരാഷ്ട്രയാണ്. പിന്നെ തമിഴ്നാട് ആൻഡ് ഗുജറാത്ത് ഏകദേശം 36% ഗ്രോത്ത് വരുന്നുണ്ട്. കേരള റിപ്പോർട്ട് ചെയ്യുന്നത് 27% സർജ് ഇൻ ദ GST റവന്യൂ ആണ്. ഏകദേശം ഉത്തർപ്രദേശ് അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ ഇതൊക്കെ 18, 15, 12% ആണ് റെസ്പെക്റ്റീവ്ലി അത് അവർ സ്കോർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകം പറയേണ്ടതായാലും കേരളത്തിലാണെങ്കിൽ കുറച്ചുകൂടി COVID-19 സിറ്റുവേഷൻ കാരണം ലോക്ക്ഡൗൺ പോലെയുള്ള ശക്തമായ ഒരു നടപടികൾ ഉണ്ടായിട്ടും ആണ് ഇറ്റ് റിപ്പോർട്ടഡ് ദാറ്റ് 27% സർജ് ഇൻ ദ GST റവന്യൂ. അപ്പോൾ ജൂലൈ 2021 കാണപ്പെടുന്ന ആ ഒരു 2021 വന്ന GST റവന്യൂ ഒരു 1.6 lakh crore എന്ന് പറഞ്ഞിട്ട് ഒരു ടാർഗറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഇറ്റ് ഷോസ് ദാറ്റ് ദ എക്കോണമി ഈസ് റീബൗണ്ട് എന്നുള്ളതാണ് ഈ ഒരു ന്യൂസിൽ നിന്ന് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് എഡിറ്റോറിയൽ പേജിലുള്ള ലോങ് ഓവർ ഡ്യൂ എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു എഡിറ്റോറിയൽ റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ എഡിറ്റോറിയലാണ്. ഇറ്റ് ഷോസ് ദാറ്റ് OBC റിസർവേഷൻ ഇൻ ഓൾ ഇന്ത്യ quota medical seats puts an end to undiscriminatory policy എന്നാണ് ടോപ്പിക്ക് വരുന്നത്. ഓൾ ഇന്ത്യ ക്വാട്ട മെഡിക്കൽ സീറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്ന മെഡിക്കൽ സീറ്റ്സ് ഒരു സെൻട്രൽ പൂളിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സെൻട്രലിൻ്റെ അധികാര പരിധിയിലേക്ക് കൊണ്ടുവരുന്ന സിസ്റ്റമാണ് ഓൾ ഇന്ത്യ ക്വാട്ട മെഡിക്കൽ സീറ്റ്സ് എന്ന് പറയുന്നത്. ഏകദേശം 1986
Long overdue OBC reservation in All India quota medical seats puts an end to undiscriminatory policy. എഡിറ്റോറിയലിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓൾ ഇന്ത്യ മെഡിക്കൽ കോട്ട എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിൻ്റെ പരിധിയിലുണ്ടായിരുന്നു, സ്റ്റേറ്റിൻ്റെ അധികാര പരിധിയിലും ലോങ് ഓവർഡ്യൂ എന്ന ഈ ഒരു ആർട്ടിക്കിളിൽ ഓൾ ഇന്ത്യ കോട്ട ഇൻ മെഡിക്കൽ കോളേജസ്, ഓൾ ഇന്ത്യ കോട്ട എന്നൊരു കാറ്റഗറിയിൽ വരുന്ന റിസർവേഷനെ OBC റിസർവേഷനോട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസിഷനെ പ്രേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം സെൻറ്ററിൻ്റെ ഡിസിഷൻ, they decided to extend its 27% reservation for other backward classes to all seats under the All India quota. 1986 ഓൾ ഇന്ത്യ കോട്ട ഫോർ ദ മെഡിക്കൽ സീറ്റ്സ് അതിൻ്റെ നിലവിൽ വന്നത്. അതായത് അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ അല്ലെങ്കിൽ ഡെൻ്റൽ സീറ്റ്സിൻ്റെ 15%, പോസ്റ്റ് ഗ്രാജുവേറ്റ് സീറ്റ്സിൻ്റെ 50% സ്റ്റേറ്റ്സ് ഒരു സെൻട്രൽ പൂളിലേക്ക് സമർപ്പിക്കണം. അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ അധികാരപരിധിയുള്ള 50 സീറ്റ്സ് ഓഫ് PG സീറ്റ്സും 15% ഓഫ് ദ മെഡിക്കൽ സീറ്റ്സും ഡെൻ്റൽ സീറ്റ്സും ഈസ് കൺവേർട്ടഡ് ടു ദ സെൻട്രൽ പൂൾ. അപ്പോൾ അത് 2007 വരെ അതിനകത്ത് ഇറ്റ്സ് നോട്ട് ബേസ്ഡ് അപ്പോൺ ദ റിസർവേഷൻ, ഇറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് അപ്പോൺ ദ മെറിറ്റ്. 2007 സുപ്രീം കോർട്ടിൻ്റെ ഒരു ഡയറക്ഷൻ, അല്ലെങ്കിൽ സുപ്രീം കോർട്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് 50% ഷെഡ്യൂൾഡ് കാസ്റ്റ് റിസർവേഷനും 7.5% ഷെഡ്യൂൾഡ് ട്രൈബ് കോട്ട റിസർവേഷനും കൊണ്ടുവരുന്നുണ്ട് ഓൾ ഇന്ത്യ കോട്ടയുടെ പരിധിയിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഡിസിഷൻ വരുന്ന കാര്യം ഇതാണ്. മദ്രാസ് ഹൈക്കോർട്ടിൻ്റെ വിധിയെ ഇപ്പോൾ ദ്രാവിഡ മുന്നേറ്റ കഴകം മുമ്പോട്ട് വെച്ചിട്ടുള്ള, തമിഴ്നാട് ദ്രാവിഡ മുന്നേറ്റ കഴകം മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രപ്പോസലിൻ്റെ മറുപടിയായിട്ട് മദ്രാസ് ഹൈക്കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ് 27% റിസർവേഷൻ OBCക്ക് അനുവദിക്കണം എന്നുള്ള ആ ഒരു ജഡ്ജ്മെൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുപ്രീം കോർട്ടിൻ്റെ അഡ്വൈസാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ചില പ്രോസ് ആൻഡ് കോൺസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിൽ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആർഗ്യുമെൻറ്റ്സ് ഇതാണ്. ഓൾറെഡി സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻട്രലി ഓൺഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് OBC റിസർവേഷൻ ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ കോട്ടയിൽ വരുന്ന ഒറിജിനലി ബിലോങ് ടു സ്റ്റേറ്റിലാണ് AIQ സീറ്റ്സ് വരുന്നത്. ഈ കോട്ട പോളിസി എന്ന് പറയുന്നത് സ്റ്റേറ്റിൽ ഓൾറെഡി ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിന് ഇത്തരത്തിലുള്ള ഒരു എക്സ്റ്റൻഷൻ ആവശ്യമില്ല എന്നൊരു വാദം വരുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഇത് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എക്കോണമിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള OBCൻ്റെ പ്രിവിലേജസ് എല്ലാവർക്കും കിട്ടാൻ സാധ്യത ഉള്ളതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് വേണ്ടിയുള്ള 10% റിസർവേഷനും സ്റ്റേറ്റ് ആ ഒരു റൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എ സൈക്കിൾ ഓഫ് ലോ ഗ്രോത്ത് ആൻഡ് ഹയർ ഇൻഫ്ലേഷൻ. അപ്പോൾ in this article, Anand Srinivasan compared the state of economy of the India after the second wave of the COVID to the Great Economic Depression. COVID-19 pandemicന് ശേഷം we could see that the demand destruction, the മാർക്കറ്റിൽ വരുന്ന ഡിമാൻഡിൻ്റെ തോത് വളരെ കുറവായിട്ടുള്ള ഒരു ഫിനോമിനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ഇതാണ്, ബിക്കോസ് ജോബ്സ് ഹാവ് ബീൻ ലോസ്റ്റ് ആൻഡ് ചിലയിടത്ത് ജോബ്സ് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ദയോ ഹാവ് ബീൻ പേ കട്ട്സ്, അവിടെ പേ കട്ട്സ് ഉണ്ടാകുന്നുണ്ട്. സോ ഈ രണ്ട് ട്രെൻഡ്സും കൺഫേം ചെയ്യുന്നൊരു കാര്യം ദ
the demand side is very weak now, is very weak in India now. അപ്പം ഒരു ഇന്ത്യൻ എക്സ്പോർട്ട് സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രൈറ്റ് കോസ്റ്റ് വളരെ കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ടെയ്നറിൻ്റെ നോൺ അവൈലബിലിറ്റി, ഇതൊക്കെ അതിൻ്റെ എക്സ്പോർട്ട് സിസ്റ്റത്തെയും നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇന്ത്യയിൽ IT സെക്ടർ മാത്രമാണ് കുറച്ചുകൂടി ഒരു റൈസിങ് ഡിമാൻഡ് ഇൻ ദ വേൾഡ് മാർക്കറ്റ് എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഓൺലൈൻ വർക്ക് ആയതുകൊണ്ട്, വർക്ക് ഫ്രം ഹോം ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നിൽക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ IT സെക്ടറിനാണ് എന്നുള്ളൊരു നിരീക്ഷണം നമുക്കിതിൽ കാണാം. നെക്സ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുന്നത് ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലാസ്റ്റ് 2 quarters ആയിട്ട്, അല്ലെങ്കിൽ 2 quarters ഓഫ് ദ എക്കോണമിക് ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഈസ് സഫറിങ് ഫ്രം ദ സ്റ്റാഗ്നന്റ് ഗ്രോത്ത്. അപ്പോൾ ലാസ്റ്റ് ഇയറിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ ആദ്യം തന്നെ ആദ്യത്തെ ലോക്ക്ഡൗണിൽ തന്നെ നമ്മൾ കണ്ടൊരവസ്ഥ, ഇറ്റ്സ് എ ലോ ബേസ് എഫക്ട്, ദാറ്റ് ഈസ് വെരി നെഗറ്റീവ് ഗ്രോത്ത് is raised to a situation like the low base effect. We know that what is the base effect. Base effect states that when measuring year-over-year or year-over-year growth, to attain the conclusion about the year-over-year growth, we take the previous year numbers as the base. Okay, for the base effect, we consider the previous year number of the growth for to compare the present situation. That means the base effect states that when measuring the year-over-year growth, we take previous year numbers as a percentage. Okay, and then it is compared to the measure of the growth of this year and it represented it as a percentage. So already the first quarter of the last year we have very negative growth. When it compared to the this year, I mean when it gave the ratio with this year growth number, it merely shows the negative value, or it shows that the negative percentage of growth. Inflation in India is based upon importantly the 2 causes we can define here, like കമ്മോഡിറ്റി പ്രൈസസ് വളരെ ഹൈ ആണ്, അതേപോലെ തന്നെ അസറ്റ് പ്രൈസ് ഇൻഫ്ലേഷൻ ഉണ്ടാകും. അതായത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വളരെ കൂടുതലും, അതേപോലെ തന്നെ അസറ്റ്, ലൈക്ക് ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള അസറ്റിൻ്റെ വിലയിലുണ്ടായിരുന്ന ഇൻഫ്ലേഷൻസ്. ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അല്ലേ, അവരുടെ മാർക്കറ്റിലാണെങ്കിൽ ഒരു ലിക്വിഡിറ്റി, അറിയാം മെഷേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ RBIൻ്റെ മെഷേഴ്സ് കാരണം ഈ മാർക്കറ്റിൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുന്നു. US പോലെയുള്ള രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ക്യാപിറ്റൽ ഇൻഫ്ലോ, ഇത് അസറ്റ് പ്രൈസ് ഇൻഫ്ലേഷൻ, അതിൻ്റെ അസറ്റ് പ്രൈസിൻ്റെ ഇൻക്രീസ് കൊണ്ട് ഒരുപാട് ക്യാപിറ്റൽ ഇൻഫ്ലോ ഇവിടെ ഉണ്ടാകുന്നില്ല. പക്ഷേ അതേപോലെ തന്നെ ഇവിടെ ഒരു അസറ്റ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസറ്റിനുണ്ടാകുന്ന ഹൈ പ്രൈസ് എന്ന് പറയുന്നത് ഒരു വെൽക്കം മൂവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമെന്നെങ്കിൽ പോലും അതിനകത്ത് ചില കൺസ്ട്രെയിൻസ് വരുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ വരുന്ന ഇക്വിറ്റി ബോൺസിൻ്റെ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള റെസിഡൻസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ അവർക്കൊരു അസറ്റ് ഇൻഫ്ലേഷനിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു നേട്ടം ഇന്ത്യൻ എക്കോണമിക്ക് കിട്ടാത്തതിൻ്റെ കാര്യം കൂടുതലും ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനെയാണ്. സോ ഫ്രം ദ ഇൻഡിജീനിയസ് അല്ലെങ്കിൽ ഇന്ത്യൻ റെസിഡൻസിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി വളരെ, അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ മെജോറിറ്റി നോക്കുവാണെങ്കിൽ മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ ക്ലാസ് പോപ്പുലേഷനാണ് ഇവിടെ ബൈ വെൽത്ത് ഇവിടെ ഉള്ളത്. അപ്പോൾ കൂടുതൽ അപ്പർ ക്ലാസ്സസ് വരുന്ന കുറച്ച് ആൾക്കാരുടെ കയ്യിലാണ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത് ഈ അസറ്റ് എന്ന് പറയുന്ന കാര്യം. ക്യാപിറ്റൽ മാർക്കറ്റിൽ അസറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്യൂർലി കോൺസെൻട്രേറ്റഡ് ടു ദ അപ്പർ ക്ലാസ്സസ് ഓഫ് ദ സൊസൈറ്റി. സോ അതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന അസറ്റിൻ്റെ ഇൻഫ്ലേഷൻ ഒരിക്കലും ഇന്ത്യൻ്റെ ഒരു എക്കോണമീനെ കൂടുതൽ പോസിറ്റീവായിട്ട് ബാധിക്കുന്നില്ല. കാരണം ലോവർ ആൻഡ് മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം
ഇൻഡയറക്റ്റ് ടാക്സസ് അല്ലെങ്കിൽ റിഗ്രസീവ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സസിൻ്റെ നമുക്കറിയാം പ്രോഗ്രസീവ് ടാക്സസ് ഉണ്ട്, അത് ഡയറക്റ്റ് ടാക്സസ് എല്ലാം പ്രോഗ്രസീവും. ഇന്ത്യയിൽ റിഗ്രസീവായിട്ട് ഒരു നേച്ചറാണ് ഇൻഡയറക്റ്റ് ടാക്സസിനുള്ളത്. അപ്പോൾ ഹൈ ഇൻഫ്ലേഷൻ കാരണവും അല്ലെങ്കിൽ റിഗ്രസീവ് ഇൻഡയറക്റ്റ് ടാക്സസ് കാരണം കുറച്ചും കൂടി എക്കോണമിക്കലി അത് നെഗറ്റീവായി ബാധിക്കുന്നത് ഇവിടുത്തെ ലോ ക്ലാസ് ആൻഡ് മിഡിൽ ക്ലാസ്സിനെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ദർ ആർ 2 ടൈപ്സ് ബേസ്ഡ് അപ്പോൺ ദ കമോഡിറ്റി ഇൻഫ്ലേഷൻ, അതേപോലെ തന്നെ ഇൻഫ്ലേഷൻസ് ഓഫ് ദ അസെറ്റ് ഇൻഫ്ലേഷൻ. ഇത് ക്യാപിറ്റൽ മാർക്കറ്റൈസേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റൈസേഷൻ്റെ ഫീൽഡിൽ വരുന്ന അസെറ്റ് ഇൻഫ്ലേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഫ്യൂവൽ പ്രൈസസിൻ്റെ ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് എക്കോണമീൻ്റെ ഒരു ഗ്രോത്തിന്. ഇത് ഫ്യൂവൽ പ്രൈസസ് റൈസ് ചെയ്യുമ്പോഴേക്കും അത് നമുക്ക് സ്വാഭാവികമായിട്ട് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് വളരെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് കൂടുന്നു, അതേപോലെ തന്നെ വേജസിൽ റൈസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എസെൻഷ്യൽ കമോഡിറ്റീസിനുള്ള പ്രൈസ് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു. ഇതെല്ലാം ഈ കുറച്ചും കൂടി it lead to the dangerous cycle of the inflation and depleting growth. In the RBI's view, the inflation is here because of the massive liquidity into the system by following the expansionary monetary policy through the GSAP. GSAP means you already know that government securities acquisition program. That means government securities acquisition program through the GSAP. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ജനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഓഫ് മണി കുറയുന്നത്. അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഗവൺമെൻറ് സെക്യൂരിറ്റി അക്വിസിഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ the people have to sell back that government security acquisition program. Under this government security acquisition program, the government board will sold back by the people. Because of this the COVID pandemic situation, there is an economic recession, so the people will sell back their bond, their government bonds to the central bank. So when they sell back, when they got money in their hands, there will be the liquidity. There will be market liquidity is there. So that's why in RBI's view, that's why this transitional inflation is occurred here. And it added that this rising rate, like to purchase back the interest rate is about 6% and thereabout. So when this rising rate, when the interest rate is very high, there is the chance of the crowding out of the private sector. That is, we know that when the interest rate is very high, the people will leverage their balance sheet and not investing. They will not interested to save something like that. When there is a tendency for the crowding out of the private sector, maybe it result on the tendency of the not investing money. So this also add the intensity of the inflation in the market. Then the third is again the interest rate. So there is the third application is the interest rate. ഇപ്പോൾ ഏത് സെൻട്രൽ ബാങ്ക് ആണെങ്കിലും അല്ലേ, the only solution for any central bank, that is inflation, is generated, and therefore to reduce the liquidity in the market. So to dampen the inflation, the repo rate will need to go up this year. Therefore the repo rate, when the repo rate is very high, there is a chance for the investment, and there is a chance for the savings for the central bank. So
The tightening of the money supply will be the painful act for this economy. The author said that this tightening of the money supply will affect our Indian economy because we know that it's in a booming stage, like after the COVID situation, after the lockdown situation. The rising interest rate lead to the aggregate demand in the country, which affect the GDP. Therefore, when the rising interest rate, when the interest rate is rise, then there will be decrease of the demand in market. That is, we have to explain like this. ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുകയാണെങ്കിൽ റിപ്പോ റേറ്റ് ഇപ്പോൾ നമുക്കറിയാം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ദർ ഈസ് ദ ഹൈ വാല്യൂ ഓഫ് ദ പ്രൈസസ്, അതുപോലെ തന്നെ ദർ ഈസ് എ ലിക്വിഡിറ്റി ഓഫ് ദ മണി ടു എഫക്റ്റ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇൻഫ്ലേഷൻ വളരെ ഹൈ ആയിരിക്കും നിൽക്കുന്ന സമയത്ത് സെൻട്രൽ ബാങ്കിന് എടുക്കാൻ പറ്റുന്ന ഒരു മെഷർ എന്ന് പറയുന്നത് ടു റെഡ്യൂസ് ദ ലിക്വിഡിറ്റി, ടു ടൈറ്റൻ ദ ലിക്വിഡിറ്റി ഓഫ് ദ മണി ഇൻ ദ മാർക്കറ്റ്. സോ ദേ ഹാവ് ടു ഇൻട്രസ്റ്റ് ദ repo rate. They have to increase the interest rate of the repo rate. So when the repo rate increases, there is a tendency to invest or save the money in the central bank by other commercial banks. So it will be resulted in the part that the amount of money will be വെരി ലെസ് ഇൻ ദ മാർക്കറ്റ്. പക്ഷെ അങ്ങനെ മാർക്കറ്റിൽ വളരെ കുറവായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് നൗ ദ എക്കോണമി ഈസ് ഇൻ റിസഷൻ സ്റ്റേജ് ബിക്കോസ് ദർ ഈസ് there is no availability of the money in hands of the people. So when again the RBI have the RBI അങ്ങനൊരു decision എടുക്കുകയാണെങ്കിൽ it may be affect the liquidity of the money in this market, and maybe the people were not able to access the wealth. So അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ ദർ വിൽ ബി ദ റേറ്റ് ഓഫ് സേവിങ്സ് വിൽ ബി ഇൻക്രീസ്. അപ്പോൾ ഒരുപാട് പേര് സേവ് ചെയ്യുമ്പോഴേക്കും അവർ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലെങ്കിൽ ഡിമാൻഡിനുള്ള സാധ്യത വളരെ കുറവാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കൺട്രിയിൽ കുറയുമ്പോഴേക്കും ഇറ്റ് വിൽ അഫക്റ്റ് ദ GDP. നമുക്കറിയാം GDP ഇസ് ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റാണ്, പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പർച്ചേസ് നടന്നില്ലെങ്കിൽ ഇറ്റ് വിൽ ബി അഫക്റ്റ് ദ GDP. അപ്പോൾ അതായത് കൺസ്യൂമേഴ്സിൻ്റെ ഒരു ലെസ് സ്പെൻഡിങ്ങും അതേപോലെ തന്നെ കോർപ്പറേറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവുമായിരിക്കും. ഇത് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഇപ്പം കോർപ്പറേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന കോർപ്പറേറ്റ്, അല്ലെങ്കിൽ ഹൈ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന കോർപ്പറേറ്റ് ഒരു ആഫ്റ്റർ എഫക്റ്റ് അതിനെപ്പറ്റി ചിന്തിക്കുക, അല്ലേ? ദർ വിൽ ബി എ ചാൻസ് ടു റെഡ്യൂസ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻ ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഇറ്റ് വിൽ അഫക്റ്റ് ദെയർ അസെറ്റ് ക്യാപിറ്റലൈസേഷൻ. അതുകൊണ്ട് അവരതിനു വേണ്ടി മടിക്കുന്നു. അതുകൊണ്ട് തന്നെ ദർ വിൽ ബി അപ്പം ഒരുപാട് ടൈറ്റനിങ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടൈറ്റനിങ് ചെയ്യാൻ വേണ്ടി ലിക്വിഡിറ്റിനെ ടൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI അതിൻ്റേതായിട്ടുള്ള ഡിസിഷൻ എടുക്കുമ്പോഴേക്കും ലിക്വിഡിറ്റി വളരെ കുറയുകയും ചെയ്യുന്നു. ഇറ്റ് വിൽ ഇൻഡയറക്ട്ലി അഫക്റ്റ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഓഫ് ദ മാർക്കറ്റ്. ഇറ്റ് വിൽ ഇൻഡയറക്ട്ലി അഫക്റ്റ് ദ GDP ഓഫ് ദ മാർക്കറ്റ്. Then after the effect of inflation, ഇൻഫ്ലേഷൻ ശേഷമായിട്ട് വരുന്നത് റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ്, അല്ലെങ്കിൽ ദ ഡിക്രീസിങ് ലിക്വിഡിറ്റി, ദ ലാക്ക് ഓഫ് ലിക്വിഡിറ്റി, ഇത് NBAനെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് പറയുന്നത്. അപ്പോൾ സ്മാൾ മീഡിയം സൈസ് എൻ്റർപ്രൈസസ്, അല്ലെങ്കിൽ SMEs, അല്ലെങ്കിൽ മൈക്രോ സ്മാൾ മീഡിയം എൻ്റർപ്രൈസസിനൊക്കെ COVID-19 ശേഷം അവർക്ക് എല്ലാം ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് തന്നെ ദർ ഇസ് എ ചാൻസ് ടു ക്ലൈം ദ എമൗണ്ട് ഓഫ് NBA. ഇതിനെ നമ്മൾ റിലേറ്റ് ചെയ്ത് പറയുന്നത് ഇറ്റ് മേ ബി ഈസ് ഫേസിങ് ദ മിസ്കി മൊമെൻറ്റ് എന്നാണ് പറയാൻ പറ്റുന്നത്. മിസ്കി മൊമെൻറ്റ് എന്ന് പറയുന്നത് ഒരു 3 സ്റ്റേജസിന്, എല്ലാ ക്രെഡിറ്റ് സൈക്കിളിനും ഒരു 3 സ്റ്റേജസ് ആണ് അക്കോർഡിംഗ് ടു ദ മിസ്കി മൊമെൻറ്റ്. അത് നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് അറിയാൻ പറ്റും. ഒരു ഇറ്റ് ഈസ് എ കോഷ്യസ് ലെൻഡിങ് ആൻഡ് റിസ്ക് അവേർഷൻ ബൈ ദ ബാങ്കേഴ്സ്. ഇത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ബാങ്ക് ഒരു റിസ്ക് ഏറ്റെടുക്കുകയാണ്, ഒരാൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മിസ്കി മൊമെൻറ്റിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ടു ലെൻഡ് ദ ട്രസ്റ്റ് വർത്തി ഡെപ്റ്റേഴ്സ് ഹു ക്യാൻ പേ ദ പ്രിൻസിപ്പൽ ആൻഡ് ഇറ്റ്സ് ഇൻട്രസ്റ്റ്.
പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻട്രസ്റ്റും അടയ്ക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഡെപ്റ്റേഴ്സിന്, ഇൻട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ഡെപ്റ്റേഴ്സിന് ലെൻഡ് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റേജ് വരുന്നുണ്ട്. തേർഡ് സ്റ്റേജ് ഈസ് അസറ്റ് പ്രൈസസ് റൈസ് ചെയ്യുന്നതനുസരിച്ചിട്ട്, അസറ്റ് പ്രൈസസ് ആൻഡ് ഇൻഫ്ലേഷൻ കാരണം റൈസ് ചെയ്യുന്നതനുസരിച്ചിട്ട് they have to, the bank have to lend to debtors regardless of their ability to pay back interest, let alone the principal. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതനുസരിച്ചിട്ട് they have to lend loan to the debtors beyond the ability to pay back interest on the principal. സോ ഇൻ കൺക്ലൂഷനിൽ നമുക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും, യൂണിയൻ ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഫിസിക്കൽ സ്റ്റിമുലസ് പോലെയുള്ള പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ the banks, they are not ready to to give loan risk. So it will result that Indian economy became the vicious cycle for the low growth and higher inflation. So now the Indian economy shows this low growth and higher inflation unless the policy action ensures a higher demand and growth. It based upon India will continue, if it continues so, like the policy, if there is no policy action, if there is an absence of the policy interventions, India will continue on the path of K-shaped recovery. That K-shaped recovery means the corporate will recover very fastly. Due to the facts like the capital assimilation or the market capitalization will be increasing in very few sectors like the corporate sector, and the low class or middle class people will not able to recover. So there will be the recovery in the K shape, like for the first, some corporate company will recover fast, and at the same time the middle class or the MSMEs or small business will decline, will face the economic recession, and it will result in the lower employment and the low debt will prosper at the cost of small and medium sectors. That is a low growth and higher inflation situation of the India. The next news is the UN Security Council presidency. The Jaishankar lays out the policy perspective. So for the next August 2021, this month, the India will carry the presidency of UN Security Council. So according to that, the Jaishankar lays out the policy perspective. The External Affairs Minister Jaishankar laid out the policy perspective. That means how would the India use these presidential positions in the UN Security Council. The first thing we have to check what's called UNCC, what's called UN Security Council, what is the function of it. So it's the one of the 6 principal organ of the United Nations, and it mainly the purpose is to maintenance of the international peace and security. So the major functions are to establishment of the peacekeeping operations and the international sanctions and the military action day authorization for the Security Council resolution അവതരിപ്പിച്ചിട്ട് ഒരു സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അല്ലെങ്കിൽ UN ടീമിൻ്റെ UN ആർമീൻ്റെ authorization of the military action. Then member സ്റ്റേറ്റ്സുകൾക്ക് റെസൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക, that which will be the binding resolution. Actually the Security Council consists is exactly 15 members. We know that the 5 members are the permanent members like Russia, United Kingdom, France, China and the United States. They are the 5 permanent members and they have the veto power. Means to present a Security Council resolution,
they have the veto power. The decision will be final of these 5 permanent members, like for the admission of new member states or for the candidate of the Secretary General. These countries have the veto power. So at the same time, this council has 10 non-permanent members. That is on the regional basis to serve 2 years 10. So the 10 non-permanent members will be selected from other member nations of the General Assembly. So the body's presidency will be monthly rotate among its members, like the permanent or non-permanent members. Monthly, the 1 month is the duration, so it will rotate monthly among its members. Okay, so here we have to note that the each non-permanent member have the duration of 2 year. So while examining the India in presidency, while examining the policy perspective of India, we can see that the first thing we have to give priority, that is maritime security. The maritime security is nothing but we may focus into the freedom of navigation in the South China Sea. We know that the conflict with the China, so the main priority will be go on the side of freedom of navigation in the South China Sea. I mean, to address the conflict that's sustained in that South China area. Then that's the counter-terrorism is one of our policy perspectives, that nowadays that there is the intensifying conflict in Myanmar and Afghanistan. Uh, there was the there were the conflict in Yemen and the Syrian conflict. So we have to give the attention to these issues, and finally we have the perspective of peacekeeping and international law. I mean, to give the value for the international law, to keep the international law, this may be our aim. So when we analyzing the UN Security Council, we could see some cons associated to its organization. So as you know, the first thing is non-representative, because the 5 permanent members, they never represent the majority of the world, or the majority, they were not fully represent the world. So there would be the right to include the countries like Brazil, like India, and like Germany. So then they are non-representatives. There's a rigid framework. Rigid framework means the Article 108 of UN Charter will give the power for this UN Security Council, but there is no amendment in the framework. It seems very rigid. So it is one of the problem. Then at last we have to we have to keep in touch with the veto power. The veto power means, yes, for the decision making, the 5 permanent members have, I mean, upper hand on the decisions. So it seems not democratic. That's why. Next, the next news about the section 66A. We know that in 2015, the section 66 or A of the Information Technology Act declared as unconstitutional in 2015. But nowadays, when we observe that states too much ensure cases are not filed under section 66A. അപ്പോൾ സ്റ്റേറ്റ്സ് ആണെങ്കിലും അവരുടെ ഏജൻസീസ് ആണെങ്കിലും അവർക്ക് ഈക്വലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനാണെങ്കിലും അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസിലാണെങ്കിലും, ലൈക്ക് പോലീസോ like the crime branch or something, but they are equally responsible to ensure that people are not booked under the section 66A of the information technology, that is for express themselves freely on the social media. So the sender has submitted the affidavit to the Supreme Court. So we know that section 66A was declared unconstitutional by the Supreme Court in a judgment in 2015.
15. So there the Justice F. Nariman said that this year the apex court bench led by the Justice F. Nariman said that it was distressing and it was shocking, it was terrible that it found that people are still booked and tried under the section 66A. So there is an NGO, the name People's Union of Civil Liberties. They are represented by the senior advocates, some of the senior advocates. They drawn the court's attention to these violations. So we know that in past the petition filed by the law student Zreya Zingal, the young people are arrested for in the means of a sedition, and for they are supposed to do something is against the nationalism. അതായത് സെക്ഷൻ 66A എന്ന് പറയുന്നത് 2015 ഡിസ്ക്വാളിഫൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു കാര്യം ഇതാണ്. ശ്രേയ സിംഗാളിൻ്റെ കേസ് വരുമ്പോൾ സെക്ഷൻ 66A എന്ന് പറയുന്നത് ഇറ്റ്സ് എഗെയിൻസ്റ്റ് ഇറ്റ്സ് എ ബ്രീച്ച് ഓഫ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ മേ ബി ത്രൂ ദ സോഷ്യൽ മീഡിയ. അപ്പം ആർട്ടിക്കിൾ 90 പറഞ്ഞേക്കുന്ന ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ തന്നെയാണ് സെക്ഷൻ 66A അതിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വയലേറ്റ് ചെയ്യപ്പെടുന്നത്. സെക്ഷൻ 66Aയിൽ നിന്ന് വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ഒബ്സർവേഷനിൽ നിന്നാണ് അത് ഇറ്റ്സ് ആൻ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ബട്ട് it shows that the trends show that the states even now book the people under this unconstitutional section 66A. So when this NGO drawn the attention of the Supreme Court enquired the affidavit of sender. Then the sender said that prevention, that is detention, investigation and the prosecution of the crimes and capacity building of the police are the primarily responsible for the state. The law and order is primarily responsible by the state. So they said that, and equally the law enforcement agencies like maybe the crime branch or maybe the police department, they are responsible for this type of actions, and like like cases which is filed under the section 66A. So this NGO also they want അവർ ആവശ്യപ്പെട്ടൊരു കാര്യം, നിലവിൽ ഇന്ത്യയിൽ ഏത് സബോർഡിനേറ്റ് കോർട്സിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള കേസസ് കണ്ടെത്തുക, ഐഡൻറ്റിഫൈ ചെയ്യുക, അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെങ്കിൽ നോട്ട് വാലിഡ് എന്ന് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. സോ അറ്റ് ദാറ്റ് ടൈം എപ്പോഴാണ് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് ശ്രേയ സിംഗാൾ കേസിൽ വരുന്ന സമയത്ത് ഇത് പറയുന്നത് ഇപ്പം സോഷ്യൽ മെസ്സേജ് മീഡിയ, അപ്പം സെക്ഷൻ 66Aയിൽ പറയുന്ന കാര്യം ഇതാണ്. ദേ പ്രിസ്ക്രൈബഡ് ദാറ്റ് 3 years of the imprisonment of the 3 years if a social media message caused an annoyance or was found grossly offensive എന്നോ അതല്ല എങ്കിൽ അനോയൻസ് എന്നുള്ള രീതിക്ക് അത് കാണുകയാണെങ്കിൽ ഇത് മിനിമം 3 years ഓഫ് ദ പണിഷ്മെൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ ആരാണ് തീരുമാനിക്കുന്നത്? ഗവൺമെൻറ്റിന് തോന്നുന്നത് അനോയൻസ് ആണോ അല്ലെങ്കിൽ വളരെ ഗ്രോസ്ലി ഒഫെൻസീവ് ആയിരുന്നു എന്നൊക്കെയുള്ളത് ഓരോരോ സിറ്റുവേഷനെ ബേസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇറ്റ് റിയലി ദ സെക്ഷൻ 66A ഈസ് മിയർലി എഗെയിൻസ്റ്റ് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഈവൻ ഇൻ മീഡിയ ഓഫ് the platform of the social media. So it declared by the Supreme Court that it was unconstitutional. There is a news that the clinical trial of the Ashwagandha soon. Here Ashwagandha എന്ന് പറയുന്നത് ഒരു വളരെ മിനിസ്ട്രി ഓഫ് ആയുഷ്, Ashwagandha വഴി മിനിസ്ട്രി ഓഫ് ആയുഷും there is a collaboration of the Ministry of Ayush and the London School of Hygiene and Tropical Medicine. Ashwagandha COVID-19 എന്നുള്ള റിക്കവറി വളരെ പെട്ടെന്ന് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് അതിൻ്റെ സ്റ്റഡീസ്
കാണിക്കുന്നത്. അതായത് അശ്വഗന്ധ അല്ലെങ്കിൽ വിധാനിയ സോമനിഫെറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ വിൻ്റർ ചെറി എന്നറിയപ്പെടുന്ന ഒരു സസ്യമാണിത്. ഇറ്റ് ബിഫോർ ദ കോവിഡ് നമുക്കത് മനസ്സിലാവുന്നത് ഇറ്റ് ബൂസ്റ്റ് എനർജി, ഇറ്റ് റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ഇറ്റ് മേക്സ് ദ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ്ങർ and it is easily accessible, and it is the nutritional supplement in the UK also. So after the ashwagandha, when it go through the detailed study, it shows that it will help to the recovery from the COVID-19. It will help maybe for the mental stress, or maybe the stress of body, or whatever it is. The ashwagandha will be helpful. That was the recent study. So the important the purpose is reducing anxiety. That is, by the ashwagandha, when ashwagandha is used as the medication, it will result in the reducing anxiety and stress. There will be the improvement in the muscle strength. There is the reducing the symptom of the fatigue in patient treated for the chronic condition. After the success, ashwagandha എന്ന് പറയുന്ന ഒരു ട്രയൽ ഇതിൻ്റെ സക്സസ് ആവുകയാണെങ്കിൽ സയൻറ്റിഫിക് ഇതൊരു പ്രൂവൺ ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻഫെക്ഷനും അല്ലെങ്കിൽ ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, ഫോർ ദ റിക്കവറി, ടു റെഡ്യൂസ് മെൻ്റൽ സ്ട്രെസ്, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്ന ഒരു ചെടിയായിട്ട് വേൾഡ് വൈഡ് നോൺ ചെയ്യാനും സാധ്യതയുണ്ട് അശ്വഗന്ധ. There is a news about the Afghan forces digging into the different cities. So we know that the Afghan-Taliban conflict is there. Afghanistan, the Taliban conflict is there. So we have to pass through the what situation. It's for your work. That is what is going on in Afghanistan. What is the take of India on these issues? Okay. There is a note about the PAC finalized the bill to grant new status to the Gilgit-Baltistan report. So here the strategically located Gilgit-Baltistan, there is a bill called the 26th Constitutional Amendment Bill. Already prepared and submitted to the Prime Minister Imran Khan. It clearly states that Pakistan will award the provisional provincial status for the Gilgit-Baltistan. So India clearly conveyed that. India gave the statement like this. Pakistan, that the entire union territories of the Jammu, Kashmir and Ladakh, it include the areas of the Gilgit and Baltistan. So including Gilgit, Baltistan, Jammu, Kashmir and Ladakh, it is an integral part of the country. Okay, so it is fully legal and it is irrevocable accession. So Pakistan have no right to give the provincial status for this Gilgit-Baltistan area. Okay, and it will be the new problem, and it will be the new issue between the international relations, in the scenario of international relationship between India and Pakistan. So the news is over. I hope that you understood it very well. So just go through your own notes and just go through your own analysis. Okay, അപ്പം നമ്മൾ ENLIVEN IAS ടെലഗ്രാം ചാനലിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെയിൻസ് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ അറ്റംപ്റ്റ് കൊടുക്കുക, അത് എഴുതുക, നന്നായിട്ട്